തിരുവനന്തപുരം പാലോട് പെരിങ്ങമലയിൽ കാട്ടുപോത്തിന്റെ ആക്രമണം. ഓട്ടോറിക്ഷ കുത്തിമറിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഭാഗികമായി തകർന്നിട്ടുണ്ട്. സ്വന്തന സാജു ചേരുന്നു. സ്വന്തന, ഈ വന്യമൃഗ ശല്യമുള്ള ഇടമാണോ ഇത്? എന്തായാലും ഈ ഓട്ടോറിക്ഷ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ പേടി തോന്നും. ഈ പരിക്ക് എത്രത്തോളം ഉണ്ട് അവർക്ക്? ആര്യ, റോഷ്നി, ഇന്ന് വൈകുന്നേരം 7:30 തിരുവനന്തപുരത്ത് പാലോടിന്റെ അടുത്തുള്ള പെരിങ്ങമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. വഴിയിൽ നിന്ന് കാട്ടുപോത്ത് പ്രദേശത്തൂടെ കടന്നു പോവുകയായിരുന്ന ഓട്ടോറിക്ഷ കുത്തിമറിക്കുകയായിരുന്നു. 2 പേരാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ഓട്ടോ ഓടിച്ചിരുന്ന ഡ്രൈവർ അശ്വിനും അതുപോലെ തന്നെ യാത്രക്കാരനായ സനോജുമാണ് ഉണ്ടായിരുന്നത്. ഇവർ 2 പേരും ഓട്ടോയിൽ പെരിങ്ങമല ഭാഗത്തേക്ക് പോകുകയായിരുന്നു. ഈ സമയത്താണ് കാട്ടുപോത്ത് പെട്ടെന്ന് ഓട്ടോയ്ക്ക് മുന്നിലേക്ക് എടുത്തു ചാടുകയും ഓട്ടോ കുത്തിമറിച്ചിടുകയും ചെയ്തത്. ഓട്ടോയ്ക്ക് ഏതാണ്ട് ഒരു ഭാഗികമായി കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പൈസ ചെലവാക്കിയാൽ മാത്രമേ ഇനി ഓട്ടോ പഴയ പടിയാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന 2 പേർക്കും വലിയ പരിക്കുകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഓട്ടോ മറിഞ്ഞതിൻ്റെതായ ചില പരിക്കുകൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. 2 പേരെയും ആ സമീപത്തുണ്ടായിരുന്ന ആളുകൾ ചേർന്നാണ് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. 2 പേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യം ചോദിച്ചതുപോലെ തന്നെ വളരെ ഈ കാട്ടുമൃഗങ്ങളുടെയൊക്കെ വളരെയധികം ശല്യമുള്ള ഒരു പ്രദേശമാണിത്. കഴിഞ്ഞ ഇടയ്ക്കൊക്കെ തന്നെയും സമാനമായ രീതിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിലൊക്കെ തന്നെയും ആളുകൾക്ക് ഈ പ്രദേശത്ത് നിന്നും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കാട്ടുപോത്തുകൂടി ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യം, ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന 2 പേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. സ്വന്തന സാജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഓട്ടോറിക്ഷ മറിഞ്ഞു, അതിലെ പരിക്കേറ്റ ആളുകൾക്ക് വലിയ പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസം.